പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ 4 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന്, ലീനിയർ പെയർ, ദാറ്റ് ഈസ് 180 ഡിഗ്രി. രണ്ട് ട്രയാങ്കിള് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഏരിയയിൽ രണ്ട് ട്രയാങ്കിൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിളിൽ 180 ഡിഗ്രി കിട്ടും. ഇതിനെയാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, ഇത് ഓർത്ത് വയ്ക്കാം. ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ സെക്ഷനാണ് ഓൾട്ടർനേറ്റീവ്. ഇതും ഈ സെക്ഷൻ, ആംഗിൾ സി, ആംഗിൾ എ, ഈ സൈഡിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ സൈഡും ഈ സൈഡും. ഓക്കെ, ഇതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്നത്. ഇത് എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല. പാരലോഗ്രാം, റെക്റ്റാങ്കിൾ, സ്ക്വയർ, റോംബസ് എന്നീ കേസിൽ ആൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഇത് എവിടെയാണ് ഈക്വൽ ആവുന്ന ഈ കൺസെപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? വേർ എ ട്രാൻസ്വേഴ്സൽ ലൈൻ ക്രോസസ് ദ പാരലൽ ലൈൻസ്. ഈ കേസസിൽ മാത്രമാണ്. ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ഓക്കെ, വിച്ച് പാസസ് ദ പാരലൽ ലൈൻസ്. അതുകൊണ്ട് ഈ 4 ക്വാഡ്രിലാറ്ററലിൽ മാത്രമാണ് ഈ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് വർക്ക് ആവുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണ്. ഈ പ്രോപ്പർട്ടിയും ഈ 4 ക്വാഡ്രിലാറ്ററൽ അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 പോയിന്റ്സും ഓർത്ത് വയ്ക്കാം. തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 110 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് സെക്കൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 3 സെക്ഷനായിട്ടാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് വൺ, നമ്മൾ ഏത് ട്രയാങ്കിളുടെ ഉള്ളിലാണോ ആംഗിൾ തന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആംഗിൾ എ, അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് 30 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എ അല്ലാതെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി നമുക്ക് ചിലപ്പോൾ ഇവിടെ തരാം, ആംഗിൾ സി ഈ സെക്ഷനിൽ തരാം, അതല്ലെങ്കിൽ ഇവിടെ തരാം. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഏത് ആംഗിളാണോ, ഏത് ട്രയാങ്കിളുടെ ഉള്ളിലാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് CO എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് OD ഈക്വൽ ടു OB ആൻഡ് OC ഈക്വൽ OA. ഓക്കെ, ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് തരുന്നത് ഈ സൈഡ്സ് ഈക്വൽ ആണ് എന്നാണ് കാണിക്കുന്നത്. കോർണർ ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം എല്ലാ കോർണർ ആംഗിളും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അതല്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ 30 ഡിഗ്രി അല്ല, നമുക്ക് ഇവിടത്തെ ഈ സെൻട്രലിലുള്ള ഈ ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം സെൻട്രൽ ആംഗിൾ ഫുള്ളായി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കോർണർ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കാം, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. നമുക്ക് എല്ലാ ആംഗിൾസിനും നമുക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഒരേ റൂട്ട് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏതാണോ അത് തന്നെ എക്സാമിനും ഫോളോ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഞാൻ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആംഗിൾ 30 ഡിഗ്രിക്ക് ഞാൻ ആംഗിൾ 1 ഇടുന്നുണ്ട്. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾസ് 8 ആംഗിൾസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ ആംഗിളിൽ നിന്ന് ആംഗിൾ 9, ആംഗിൾ 10, ആംഗിൾ 11, ആംഗിൾ 12. നമുക്ക് എഴുതാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആംഗിൾ 1 നമുക്ക് 30 ഡിഗ്രി തന്നിട്ട് ആംഗിൾ 2 കണ്ടുപിടിക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ ABCD, ആംഗിൾ 1 ഈക്വൽ ടു 30 ഡിഗ്രി. Angle 1 equal to 30 degree. We have to find out angle 2. Angle 2 നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിളുടെ എല്ലാ കോർണർ സൈഡ്സും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈക്വൽ 90 ഡിഗ്രി മൈനസ് ആംഗിൾ 1, that means 30 degree. So angle 2 equal 90 degree minus angle 1, that means 90 degree minus 30 degree, that is equal to 60 degree. So angle 1 equal 30 degree, angle 2 equal 60 degree. ഈ കിട്ടുന്ന വാല്യൂസ് ഒന്നും ഈ ചിത്രത്തിൻ്റെ ഉള്ളിൽ എഴുതുന്നില്ല, ഇവിടെ ഞാൻ ബോക്സ് ഇട്ട് വെക്കാം.
കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ പെൻസിലിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ആംഗിൾ 2 = 60 ഡിഗ്രി എന്ന് കൈയോടെ എഴുതി വയ്ക്കണം. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. സോ ആംഗിൾ 1, ആംഗിൾ 2D. ഇനി നെക്സ്റ്റ് നമുക്ക് ആംഗിൾ 3 കണ്ടുപിടിക്കണം അല്ലേ? ആംഗിൾ 3 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ട്രയാങ്കിൾ AOD, ഈ ട്രയാങ്കിൾ നോക്കൂ. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ട്രയാങ്കിൾ AODയിൽ ആംഗിൾ ഇവിടെ നമുക്ക് അറിയാം OA = OD. ഈ വര നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു ടിക്ക് മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് സൈഡ്സ് ഈക്വൽ ആണെന്നാണ്. That means OA = OD. OA = OD ആണെങ്കിൽ ആംഗിൾ 2 = ആംഗിൾ 3 എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് മീൻസ് ആംഗിൾ 2 = ആംഗിൾ 3. ഇപ്പോൾ എഴുതാം. നെക്സ്റ്റ്, in triangle AOD, OA = OD. So angle 2 = angle 3. Angle 2 എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 60 ഡിഗ്രി. So angle 2 = angle 3 means angle 2 60 ഡിഗ്രി ആണ്, angle 3യും 60 ഡിഗ്രി ആണ്. ഓക്കെ, so angle 3 = 60 ഡിഗ്രി. എങ്ങനെയാണോ നമ്മൾ ഈ ആംഗിൾ 2 കണ്ടുപിടിച്ചത് അതേപോലെ തന്നെയാണ് ആംഗിൾ 4 കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു കോർണറിന്റെ സൈഡ് 90 ഡിഗ്രി ആംഗിൾ ആണ് വരുന്നത് റെക്ടാംഗിളിന്റെ. സോ ആംഗിൾ 4 കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആംഗിൾ 4 = 90 ഡിഗ്രി മൈനസ് ആംഗിൾ 3. ദാറ്റ് മീൻസ് ഡിഗ്രി മൈനസ് ആംഗിൾ 3. ആംഗിൾ 3 നമുക്ക് എത്ര കിട്ടിയത്? 60 ഡിഗ്രി. 60 degree, that's equal 30 degree. So angle 4 = 30 degree. നമുക്ക് അതും ഒരു ബോക്സിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ 5 കണ്ടുപിടിക്കണം. സെയിം പ്രൊസീജിയർ. ഇൻ ട്രയാങ്കിൾ DOC, OD = OC അല്ലേ? ഇവിടെയും നമുക്ക് രണ്ട് ടിക്ക് മാർക്ക് തന്നിട്ടുണ്ട്. OD = OC. Therefore angle 4 = angle 5. Angle 4 നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 30 ഡിഗ്രി. 30 ഡിഗ്രി, that's equal 30 degree. So angle 5 = 30 degree. അങ്ങനെ അഞ്ചാമത്തെ ആംഗിൾ നമുക്ക് കിട്ടും. 6 = 90 degree minus angle 5. That means 90 degree minus 30 degree = 60 degree. So angle 6 = 60 degree. അപ്പോൾ in triangle COB, നമുക്കറിയാം OC = OB. That means angle 6 = angle 7. Angle 6 = angle 7. Angle 6 നമുക്ക് എത്ര കിട്ടിയത്? 60 ഡിഗ്രി. അപ്പോൾ angle 7 എന്തായിരിക്കും? 60 ഡിഗ്രി. So angle 7 = 60 ഡിഗ്രി. സെയിം പ്രൊസീജിയർ റിപ്പീറ്റിംഗ്. ആംഗിൾ 8 കണ്ടുപിടിക്കണം. എങ്ങനെയാ? ആംഗിൾ 8 = 90 ഡിഗ്രി മൈനസ് ആംഗിൾ 7. That means minus 60 degree. That's equal 30 degree. So angle 8 = 30 degree. നമ്മൾ കോർണർ ആംഗിൾസ് എല്ലാതും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. കോർണർ ആംഗിൾ തന്നാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കോർണർ ആംഗിൾ 90 ഡിഗ്രിന്ന് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അനദർ ആംഗിൾ കിട്ടും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ അടുത്ത ട്രയാംഗിളിന്റെ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ 2 = ആംഗിൾ 3. ഓക്കെ, ഈ രണ്ട് പ്രൊസീജിയറാണ് നമ്മൾ കോർണർ ആംഗിൾസ് മുഴുവനായിട്ട് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ആ കോർണർ ആംഗിളിൽ ഒരു കാര്യം മിസ് ചെയ്തു. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 6 ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ആംഗിൾ 3, ആംഗിൾ 7, ആംഗിൾ 4, ആംഗിൾ 8
ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം സെയിം ആൻസേഴ്സ് ആയിരിക്കും. ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 3 ആംഗിൾ 7 ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ആംഗിൾ 5 ഈക്വൽ ആയിരിക്കും. ആംഗിൾ 2 ആംഗിൾ 6 ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് alternative interior angles are equal in ഞാൻ പറഞ്ഞിരുന്നല്ലോ പാരലോഗ്രാം, റെക്റ്റാങ്കിൾ, 4 ക്വാഡ്രിലേറ്ററൽ ഏതൊക്കെയാണ് വരുന്നത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. ആ കേസസിലൊക്കെ ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അത് ചെയ്യാതെ ഇത് പക്ഷെ ഒരു 6 മാർക്കിനൊക്കെ തന്നു എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്സ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒറ്റ സെന്റൻസിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. വി ഹാവ് ടു ഡു ദ സ്റ്റെപ്സ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞതിന് ശേഷം ആ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് കണ്ടുപിടിക്കാൻ 2 ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, ലീനിയർ പെയർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ 2 പോയിന്റ് ആണ് നമ്മൾ സെൻട്രൽ ആംഗിൾ ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ്. സെൻട്രൽ ആംഗിൾസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ 1 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ 8 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാ? ആംഗിൾ 9 അല്ലേ. സോ ഇൻ ട്രയാങ്കിൾ AOB, angle 1 plus angle 9 plus angle 8, angle 8 equal 180 degree. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ 3 സൈഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് ആംഗിൾ 1ഉം 8ഉം തന്നിട്ടുണ്ട്, നമുക്ക് 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആംഗിൾ 1 30 ഡിഗ്രി പ്ലസ് ആംഗിൾ 9 പ്ലസ് ആംഗിൾ 8 ഈസ് 30 degree equal to 180 degree. Okay, so 30 plus 30 60. Angle 9 plus 60 degree equal 180 degree. Angle 9 equal 180 degree minus 60 degree. That's equal 120 degree. Okay, 120 degree കിട്ടിയിട്ടുണ്ട്. So angle 11 എന്തായിരിക്കും? Angle 9 equal 120 degree. Therefore, angle 11 equal 120 degree. Reason is vertically opposite angles are equal. Okay, vertically opposite angles are equal ആണ്. അതുകൊണ്ട് angle 9 equal to angle 11, that is 120 degree. ഇനി നമുക്ക് കിട്ടേണ്ടത് ആംഗിൾ 10ഉം ആംഗിൾ 12ഉം ആണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് പോയിന്റ്, അതായത് ലീനിയർ പെയർ. ഇവിടെ നോക്കൂ, ലീനിയർ പെയർ മീൻസ് ഇങ്ങനെ നമുക്ക് 2 ട്രയാങ്കിൾ കാണുന്നുണ്ട് അല്ലേ. COD ആൻഡ് COB. സോ COD പ്ലസ് COB ഈക്വൽ 180 ഡിഗ്രി. നെക്സ്റ്റ് ആംഗിൾ 10 ആണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആംഗിൾ 11 പ്ലസ് ആംഗിൾ 10 ഈക്വൽ, that is ലീനിയർ പെയർ ആട്ടോ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. അപ്പോൾ ആംഗിൾ 11 പ്ലസ് ആംഗിൾ 10 ഈക്വൽ 180 ഡിഗ്രി. സോ ആംഗിൾ 11 ഈസ് 120 ഡിഗ്രി പ്ലസ് ആംഗിൾ 10 ഈക്വൽ 180 ഡിഗ്രി. സോ ആംഗിൾ 10 ഈക്വൽ 180 മൈനസ് 120 ഡിഗ്രി, ദാറ്റ് ഈസ് 60 ഡിഗ്രി. സോ ആംഗിൾ 10 ഈക്വൽ 60 ഡിഗ്രി. നമുക്ക് 60 ഡിഗ്രി കിട്ടി. സോ therefore angle 10 equal 60 degree, angle 12 equal 60 degree. That is vertically opposite angles are 12. So this is the answer. ഇതുപോലെ ലാസ്റ്റ് നമുക്ക് കൺക്ലൂഷന്റെ എല്ലാ ആംഗിൾസും നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എഴുതാം. ഓക്കെ, so this is the conclusion. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ just check yourself. Please slow down your process, slow down your learnings, then it will give a clear way of understanding. Okay, thank you so much. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.